ഇന്ന് കുറച്ച് കുക്കിംഗ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ മദീന സൈഡിലുള്ള സീപ്പേൾ എന്ന് പറഞ്ഞിട്ടുള്ള ബുച്ചറി ഷോപ്പിലാണ്. നമ്മൾ സ്ഥിരം മീറ്റ് വാങ്ങിക്കുന്ന സീപ്പേളിൽ നിന്ന് തന്നെ, കാരണം അതാകുമ്പോൾ നല്ല ഫ്രഷ് മീറ്റ് കിട്ടും. അവിടെ പോകണമെന്നൊന്നുമില്ല, അവർ വീട്ടിൽ കൊണ്ടുതരും, ഹോം ഡെലിവറി ഉണ്ട്. പിന്നെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ, ഇഷ്ടമുള്ള പോർഷൻ ഏതാണ്, നമ്മൾ പറയുന്ന പോർഷൻ അവർ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തരും. ഞാൻ നല്ല മുഴനെഞ്ച് നോക്കി കുറച്ച് വാരിയും നല്ല മുഴനെഞ്ചോ വാങ്ങിച്ചത്, കാരണം അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഞാൻ എല്ലും കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. പിന്നെ ഞാനത് ഫ്രിഡ്ജിലൊന്നും വെക്കാൻ പോയില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. അങ്ങനെ മീറ്റൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വാട്ടറൊക്കെ ഡ്രെയിൻ ചെയ്ത് അതേ കുക്കറിനകത്തോട്ട് തന്നെ കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരകം, പിന്നെ നമ്മുടെ കറുവാപ്പട്ട, ബേ ലീഫ്, നമ്മുടെ കുരുമുളകില്ലേ, കുരുമുളക് ഒരു 5-6 കുരുമുളക്, അങ്ങനെ ഇത്രയും സാധനം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിനകത്ത് വേഗം വെക്കണം. ഞാനിത് കുക്കറിനകത്ത് വെക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുക്കറിനകത്ത് മീറ്റ് വെച്ച ശേഷം കുറച്ച് കപ്പ നമുക്ക് അരിയാനുണ്ട്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പ കേട്ടോ, നല്ല ഫ്രഷ് കപ്പ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാ. പണ്ടൊക്കെ കപ്പ കൊത്തുന്ന ഓർക്കുന്നുണ്ട്, ചെറുപ്പത്തിൽ പണിക്കാരോട് തിരുന്ന്. അത് പക്ഷെ കൊത്തുമല്ല, അതിങ്ങനെ ചീകുമായിരുന്നു, അരിയുമായിരുന്നു. അതൊക്കെയാണ് ആഘോഷം അല്ലേ. നമ്മൾ സ്കൂൾ വിട്ട് വന്നിട്ട് ജസ്റ്റ് ചൈൽഡ്ഹുഡിലുണ്ട് ഇങ്ങനത്തെ മധുരമായ മെമ്മറീസ്. അന്നും ഉറക്കം തന്നെ ആയിരുന്നായിരിക്കും. കോട്ടയംകാരെ അച്ചാത്തെ കെട്ടിക്കൊണ്ടുള്ള സ്കൂളിൽ പോലും പോകത്തില്ല 2 ദിവസം. കോട്ടയംകാരെ അച്ചാത്തെ കെട്ടിക്കൊണ്ടോ കപ്പവാട്ടിൽ നിന്ന് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട്. ഇപ്പൊ വേറെ വല്ല ജില്ലക്കാരി പെണ്ണുങ്ങളെ, ഇടുക്കിക്കാരും ഓക്കെ, അല്ലാത്തവരായിരുന്നു ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനൊക്കെ കപ്പ തിന്നാൻ പറ്റുമായിരുന്നോ? പണിയെടുത്ത് ചേച്ചി അപ്പനെ മതി. അങ്ങനെ കപ്പയൊക്കെ നന്നായിട്ട് കഴുകി വാരി നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. ഇവിടെ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ കപ്പ വെന്ത് കഴിയുമ്പം കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കും കേട്ടോ. ഒരു മിക്സിയിൽ ഒരു 3 സ്പൂൺ തേങ്ങ എടുത്ത് കുറച്ച് നമ്മുടെ പച്ചമുളക് അല്ല കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ട് കുറച്ച് 2 ഉള്ളിയും കൂടി ഇട്ട് അരച്ചെടുക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് തേങ്ങ മതി. അങ്ങനെ തേങ്ങ അരപ്പും ചേർത്ത് കപ്പ ഇവിടെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള അരപ്പ ഉണ്ടാക്കേണ്ട. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് തേങ്ങ എടുത്ത് നന്നായിട്ട് വറക്കണം. അതിനകത്ത് ചുമന്നുള്ളിയും കരിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ പൊടികൾ ഞാനിവിടെ കുറച്ച് ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട്. ഇതുണ്ട് നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സാധാരണ ഈ ഇറച്ചിക്കകത്തോട്ട് അരപ്പ് ചേർക്കാം, പക്ഷേ എൻ്റെ ഇറച്ചിയുടെ വേവ് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇറച്ചി കപ്പയുടെ മണ്ടയിൽ ഇട്ടിട്ടാണ് അരപ്പ് ചേർക്കുന്നത്. അങ്ങനെ കപ്പയ്ക്കകത്തോട്ട് നമ്മുടെ ഇറച്ചി ചേർത്തു. എന്നിട്ട് ഇറച്ചിയെല്ലാം അതിൻ്റെ മണ്ടയിലൊന്ന് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പില്ലേ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ അരപ്പ് വേണേൽ ഇറച്ചിക്കകത്ത് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി നന്നായിട്ട് വേവിക്കാം. പക്ഷേ എൻ്റെ ഇറച്ചി വെന്തതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അങ്ങനെ അരപ്പും ഇറച്ചി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റും കൂടെ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കണം. ഇപ്പം നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കപ്പ ഇഷ്ടം കേട്ടോ. ഒരുപാട് അയഞ്ഞും പോരുത്, ഒത്തിരി കുറുകിയും പോരുത്. ഈ ഒരു ലെവലിലാകുമ്പോൾ നമ്മൾ കറക്റ്റ് എടുക്കണം. പിന്നെ നമ്മൾ അതിനകത്തോട്ട് കടുക് താളിച്ചെടുക്കുകയാണ്, നമ്മുടെ ചുവന്നുള്ളിയും കരിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത്. എന്നിട്ടൊരു 10 മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ ബിരിയാണി. സംഭവമല്ല, സെറ്റാണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിക്കാമെന്നാണ് കേട്ടോ. കപ്പ ബിരിയാണി കണ്ടപ്പോൾ തന്നെ നമ്മുടെ കൺട്രോളും ജേടുക്കൂട്ടിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ആവി പറക്കുന്ന കപ്പ ബിരിയാണിയും നല്ലൊരു കട്ടൻ കാപ്പിയും, അതാണ് അതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. ഇത് കാണുമ്പോഴേ നിങ്ങളുടെ വായിൽ കപ്പലോടൊന്നും എനിക്കറിയാം. അത്രയ്ക്ക് അടിപൊളി ഒരു യമ്മി സാധനമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമല്ലേ? ശരി, എന്നാൽ കഴിച്ചും വരാം.